വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ്, ഐ തിങ്ക് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ കഴിഞ്ഞ വർഷം ആണ് തോന്നുന്നു ഞാൻ യൂട്യൂബ് ഇട്ടത്, ബാംഗ്ലൂർ ന്യൂ ഇയർ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടു, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഔട്ടിംഗ് ആണ്. വേറെ ആടെയോ അപ്പോൾ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. സോ ഫേമസ് ആയിട്ടൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു കൊളീഗാണ്. സോ അർജുൻ സാറാണ് പേര്. അപ്പോൾ അർജുനും ബാല സർ ചിദംബരംലേന്ത് വന്നിരിക്കുകയാണ്. സോ ബാല സർ അർജുൻ സാറായിട്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ പോവാണ്. വേറെ എവിടെയല്ല, നമ്മളുടെ സ്വന്തം A2Bയിൽ ഇവിടെ ഒരു പുതിയതായിട്ട് A2B തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെയാണ് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊന്നും പ്ലീസ് എക്സ്ക്യൂസ്, ഓക്കെ. അപ്പോൾ ഞാൻ റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ അനീത്തിയുടെ ഡ്രസ്സാണ് ആസ് യൂഷ്വൽ. ഞാൻ അവളുടെ ആണ് എടുക്കുകയാണ്. അവൾ എൻ്റെ കബോർഡിലോട്ട് വന്നു, ഞാൻ അവളുടെ കബോർഡിലോട്ട് പോകും. ഞങ്ങളെ അടിയല്ല, വി ഷെയർ ക്ലോത്ത്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരേ സൈസാണ്, ഞാനും അനീത്തിയും. സോ വി ഷെയർ ക്ലോത്ത്സ്, വി ഷെയർ ആക്സസറീസ്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ റൂം കേട്ടോ. ഇറ്റ്സ് ലിറ്റിൽ മെസ്സി. ഞാൻ വേറൊരു ദിവസം മുഴുവനായിട്ട് കാണിച്ചു തരാം, ഓക്കെ. ബൈ ദ വേ, ദിസ് ഇസ് മൈ ന്യൂ ഹൗസ്. സോ ഹോം ടൂറ് എടുക്കാനുള്ള ഇത് നമുക്ക് നോക്കാം, ഓക്കെ. വൺസ് ഇറ്റ് ഇസ് സെറ്റിൽഡ്, വൺസ് ഇറ്റ് ഇസ് അൺമെസ്സി ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഓരോ ദിവസം, ഓക്കെ. ഒരു ലാസ്റ്റ് മന്ത് ആണ് പുതിയ ഹൗസിലോട്ട് മാറിയത്, വില്ലയാണ്. സോ നമുക്കിപ്പോൾ 8:15 ഇറങ്ങണം, ഐ മീൻ 8 o'clock ഇറങ്ങണം, 8:15 അവിടെ എത്തണം. ഇവിടെയാണ്, കുമരനഗറിലാണ്, സത്യഭാമയുടെ അടുത്ത്. ചെന്നൈ മേറ്റ്സ് വിൽ നോ ദാറ്റ്. സോ ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. സോ ഒരു 8 മണിക്ക് ഇറങ്ങിയാൽ മതി. സോ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് മുഴുവനായിട്ട് കാണിച്ചില്ല അല്ലേ. സോ ഇതാണ്, പ്ലീസ് എക്സ്ക്യൂസ് ദ മിറർ. സോ ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് തോന്നുന്നു. അതെ, അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ അനിയത്തിക്ക്. സോ യാ, ഓക്കെ ഗായ്സ്, ഞാൻ ഇതാ ഇറങ്ങാൻ പോവാണ്. ബാഗ് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഓഫീസിൽ കയറണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഓഫീസ് പോകും. 9:30-ക്കാണ് ഓഫീസ് തുടങ്ങുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്തണം, ഓക്കെ. അപ്പോൾ ഞാൻ പോട്ടെ, ഞാൻ ഡ്രൈവിങ്ങിലായിരിക്കും. അവരെ എത്തിയിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ A2B എത്തിയിരിക്കുകയാണ്. ആസ് ഐ ടോൾഡ് യു, ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഔട്ടിംഗ് ആയിരുന്നു. സോ എൻ്റെ കൂടെ ബാല സർ അർജുൻ സാറും ബാല സാറാണ്. After 7 months, I am back to Ashwati Babu Warrior channel. So, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കട്ട് പോகிறோம். അശ്വതിയുടെ ചാനലിൽ തമിഴ് പേസണമെന്ന് ഏതാவது തമിഴ് മലയാളം എന്ത് ലാംഗ്വേജ് ഇവിടെ കുറച്ച് സൗണ്ട് ഉണ്ട്, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ്. നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വരാനുള്ള കാത്തിരിപ്പിലാണ്. എന്താ ഓർഡർ ചെയ്തേ? സോ നമ്മൾ ഒരേ ഓർഡർ എല്ലാവരും ഒരേ സംഭവം ഓർഡർ ചെയ്യാൻ പാടില്ല. എല്ലാം ഒരാൾ മസാല ദോശ, ഒരാൾ നെയ്റോസ്റ്റ്, ഒരാൾ മിനി ടിഫിൻ. നമുക്കതിൻ്റെ വെയിറ്റിംഗ് ആണ്. பல பாருங்க, எங்களோட ஃபுட்டு வந்துச்சு, உங்க ஃபுட்டு வரலையே. കഴിക്കുന്നതിന് മുന്നേ തന്നെ അടിപൊളി. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മസാല ദോശയാണ്. സാമ്പാർ, ചട്നി ഒക്കെ, നല്ലൊരു മസാല ദോശ.
അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, അത് കറക്റ്റ് അന്ന്. ബാലയുടെ മിനി ടിഫിനിൽ എന്തൊക്കെ ഉണ്ട്? ഇഡ്ഡലി ഉണ്ട്, വട, പൊങ്കൽ, കുറെ ചട്നിയുണ്ട്. നമുക്ക് അറ്റാക്കിംഗ് തുടങ്ങാം, ഫുഡ് അറ്റാക്കിംഗ് തുടങ്ങാന്ന്. അടിപൊളി. അതിലൊന്നും കഴിച്ചേ നോക്കില്ലല്ലോ. ഒരു വായ കഴിച്ചപ്പോഴേക്കും അടിപൊളി. കുഴപ്പമില്ല. മസാല ദോശ മാത്രല്ല, എല്ലാ ഐറ്റംസും നന്നായിട്ട്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ? ഇവിടെ ജെനുവിൻ റിവ്യൂ അറിയണമെങ്കിൽ ഇവിടുന്ന് ചോദിക്കണം. ദിലീപിന്റെ ഫാനല്ലേ? ഭയങ്കരമായിട്ട് ദിലീപ് ഫാനാ. അപ്പൊ അല്ലല്ല, പറഞ്ഞോ. பாலா அவங்க திலீப் ஃபேன். நம்ம 2 வாட்டி திலீப் வீட்டுக்கு முன்னாடி போயிருக்கோம். എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരു ദിവസം കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനൊരു പഴയ മൂവീസ് കാണുന്നത് ഒരാളാണ്. ഓ, പഴയതെന്ന് പറഞ്ഞാൽ എത്ര പഴയത്? പഴയത് മീൻസ് ദിലീപ് പഴയ മൂവീസ് ലൈക്ക് കല്യാണരാമൻ, നമ്മുടെ CID മൂസ ടൈപ്സ്. ഓക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ ദിലീപിന്റെ നെക്സ്റ്റ് മൂവി ഏതാ പറ? നെക്സ്റ്റ് മൂവി ഏതാ? വന്നിട്ടില്ല. അതായത് ദിലീപ് ഒരു മൂവി സൈൻ ചെയ്തിട്ടില്ലാന്നോ ഇപ്പോ? നല്ല ദിലീപ് ഫാനാ. ദിലീപിന്റെ നല്ല ഫാനാണ്. ദിലീപിന്റെ അടുത്ത സിനിമ ഏതാന്ന് അറിയില്ല. എന്റെ അറിവില് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നുണ്ട് വിഷുവിന്. അതൊരു കോമഡി പടം. വിഷു ഇല്ല, എമ്പുരാൻ. വിഷു അല്ല, അതിന് മുന്നേ മാർച്ച് 27. അപ്പുറം നമ്മ തല പടം ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 10. തല ഫാൻ ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ബട്ട് സ്റ്റിൽ തല ഫാൻ ആണ്. തല എല്ലാ 2 മാസം കൂടുന്ന ഒരു സിനിമ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. പറഞ്ഞോ. ഗൈസ്, ഞാനും ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്ന് എന്തായാലും ഇടണം, ബിക്കോസ് ഞാൻ വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടണം. ഓ, എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല, ചുമ്മാ അങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടി അവിടെ ചേർത്തിട്ട് അങ്ങോട്ട് ഇടും. എഡിറ്റിംഗ് ചെയ്യും, പക്ഷേ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഇന്ന് തന്നെ ഇടണം. അതായത് അത്ര എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാം 2x. ഞാൻ കുറച്ച് ടൈം എടുത്തു, കാരണം എനിക്ക് ഇനിയും 2-3 വ്ളോഗ് ഇടാനുണ്ട്. ഞാൻ ചെന്നൈയിൽ വന്നത് തന്നെ വ്ളോഗ് ഇട്ടിട്ടില്ല ഇതുവരെ. ബാല എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാനൊക്കെ ഇപ്പോൾ കണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഓരോരുത്തർക്ക് ബാല എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുക. ഇവിടെ ഈ ഔട്ട്ലെറ്റിൽ ഫസ്റ്റ് ടൈം ആണോ? எடுங்க அது எடுத்துறேன். நீங்கள் அது பிளேட் எடுங்க, அல்ல தட்டு எடுங்க. நான் நீங்கள் தட்டு எடுக்கிறது நான் ஒரு இதில் போட்டுறேன். நான் ராவிலே பொதுவே பூரி அவ்வளோ ப்ரிஃபர் பண்ண மாட்டேன். ஏன்னா இது சாப்பிட்டா அப்புறம் தூக்கம் வந்துடும். பொங்கல் சாப்பிட்டா தூக்கம் வந்துடும். ഞാൻ എന്ത് സാപ്പിട്ടാലും തൂക്കം വന്നിരും. നമ്മൾ ആറ്റി കുടിക്കണം. വലിയ ചൂടൊന്നുമില്ല, എന്നാലും ആറ്റി കുടിക്കണം. முதல்ல காஃபி குடிக்கட்டும், அதுக்கப்புறம் எதுனாலும் இது குடிச்சிட்டு தான் எனக்கு குட் நியூஸும் பேட் நியூஸ். அருண் இங்க ஒர்க் பண்ணுறான். അരുൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കൊളീഗ് ഉണ്ട് കേട്ടോ. അയ്യോ, വൺ കോമഡി ആട്ടോ. இல்ல போட வேண்டான்னு சொல்றேன். தேவையில்லாம எனக்கு ஒரு காம்படிட்டர் வர வேண்டான்னு பாக்குறேன். ஆல்ரெடி அஸ்வதி எனக்கு காம்படிட்டர் தான். 217 சப்ஸ்கிரைபர்ஸ். எனக்கு 5 சப்ஸ்கிரைபர்ஸ். ஓ, இப்போ உங்களுக்கு யூடியூப் சேனல் இருக்கா? ஒரு சப்ஸ்கிரைபர் கூடி 4 வந்து உங்களோட ஃபேக்குங்க. நீங்களே ஒத்துக்கிட்டீங்க பாருங்க. அஸ்வதி, காஃபி பர்சன் ஆர் டீ பர்சன்? காஃபி. ஆல்வேஸ் காஃபி. பக்கா காஃபி. ஓகே. பாலா,
നിങ്ങൾ എപ്പോഴും കോഫി എനിക്ക് തരും ഫിൽട്ടർ കോഫി ടീ ആണല്ലോ ബാലസർ. ബാല പക്ഷേ കൂടുതൽ കോഫിയാണ് പ്രിഫർ ചെയ്യുന്നത്. மார்னிங் ஈவினிங் காஃபி கன்ஃபார்ம். ആഫ്റ്റർനൂൺ ടീ. அதுக்கப்புறம் போஸ்ட் மார்னிங் வேக்கப் வந்து டீ தான். അത് ടീ വേണം, അത് ഇല്ലെന്നാ ചില വിഷയങ്ങൾ നടക്കുക. பாடி ஃபங்க்ஷன் ஆகாது. എന്നോട് ആരും ചോദിക്കില്ല അല്ലേ? അർജുൻ ചേട്ടന് എന്താ പ്രിഫർ? ഞാൻ ബൂസ്റ്റ്. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. ഞാൻ ഈ പൂരിയും കൂടി ഒന്ന് കഴിച്ചു തീർക്കട്ടെ. തുടങ്ങി. എന്നെ നാട്ടിലൊക്കെ നെയ്റോസ്റ്റ് വീരൻ എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ പോയാലും നെയ്റോസ്റ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അത്ര ഇതായി തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓക്കെ വീട്ടിൽ കിട്ടും, നെയ്റോസ്റ്റും വീട്ടിൽ കിട്ടും, പക്ഷേ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു ലെവൽ തോന്നുന്നില്ല. അതുകൊണ്ട് കൂടുതൽ നെയ്റോസ്റ്റ് പ്രിഫർ ചെയ്യുന്നു. അത്രയും അതായത് തമിഴ്നാട്ടിലെ നെയ്റോസ്റ്റ് കേരളത്തിനേക്കാളും ഒരു പടിക്ക് ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കൊള്ളാം, അടിപൊളി. എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്ന കോഫി പോലെ ரெண்டு காஃபி சொல்லிருக்கோம். ഇനിയിപ്പോൾ അനിയത്തിയാകും ഇവിടെ ഷെഫ്. ரெண்டு காஃபி சொல்லிருக்கோம். அப்போ காஃபி அதிகமாக இருக்கும். அப்படியா? എനിക്കിവിടെ രാവിലെ ആകുമ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയതാ ഓർമ്മ വരിക. அப்போல்லாம் ஓப்பன் ஆகவே இல்லையே. ഏത് ഡ്രൈവിംഗ് ക്ലാസ്സാ? டிரைவிங் கிளாஸ் ஓப்பன் பண்ணல, இங்கெல்லாம் ஓப்பன் பண்ணலையே. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകിற ടൈമിൽ தான் இது வந்து ஓப்பன் ஆயிடுச்சு. நீ ரிட்டர்ன் வந்தப்போ கூட வரல? அப்பயும் இல்லை. ஆமாம், அப்போ தான் இனோகிரேஷன். அந்த ஐ திங்க் அதுதான் நம்ம ஒரு நாள் வரலான்னு பார்த்தா இது இன்னைக்கு இந்த ஒரு வாண்டட் தான் போட்டிருக்காங்க. நம்ம பார்த்தோம். ஆனால் இந்த லொக்கேஷனில் நல்ல ஒரு ரெஸ்டாரண்ட்டு கொஞ்சம் கம்மி தான். ஸோ அதனால் இதை விட்டால் A to B வந்து மரீனா மால் பக்கத்தில் இருக்குது. അത് ഗീതമല്ലേ? അല്ല, അവിടെ ഒന്നുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. இந்த சைடு தான் ഉണ്ട്, മറീന മാൾ പക്കത്തിൽ இருக்குது. അങ്ങനെ ഒരു വഴിയാ ഫുഡ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെയാണ്, എല്ലാം നല്ല കംപ്ലീറ്റ് പണ്ടല്ലേ അങ്ങനെ ഇருக்கு. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. സോ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമാണെച്ചാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.